ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദ്വിതീയ സ്കന്ധം 6-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം. ബ്രഹ്മാവ് പറയാണ് നാരദനോട്, ഓം ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ ന കർഹിചിന്മേ മനസോ മൃഷാഗതി ന മേ ഹൃഷീകാണി പതന്ത്യസത്പഥേ യന്മേ ഹൃദ ഉത്കണ്ഠ്യവദാധൃതോ ഹരി. അല്ലയോ അംഗ, ഹേ അംഗ മേ ഭാരതി. അംഗ എന്നുള്ളത് രാജാക്കന്മാരെ പറയാം, ഇതിലത്തെ അംഗങ്ങളെ. അതൊരു പ്രത്യേക ഒരു യൂസേജാണ്. ആ പേര് വിളിച്ച് സംബോധന ചെയ്യുന്ന പോലെ ആ ഒരു ക്വാളിഫിക്കേഷൻ കണക്കാക്കിക്കൊണ്ട് വിളിക്കുന്നതായ രീതിയിലാണ്. ഇവിടെ നാരദനെയാണ് വിളിക്കുന്നത് ഹേ അംഗ എന്ന്. എന്നാ മൃഷ ഉപലക്ഷ്യത. മേ ഭാരതി മൃഷ ന ഉപലക്ഷ്യത. എൻ്റെ വാക്ക്, ഭാരതി സരസ്വതി, അത് ഈ വാക്ക് എന്നുള്ള നിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഭാരതി ആണ്. അതായത് ഭാസിൽ രതിയുള്ള ഭാവം, അതൊരു ഈശ്വരഭാവമാണ്. അപ്പോൾ അത് എന്താണോ ഉൾക്കൊണ്ടത് അത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വൈഖരി ശബ്ദത്തിലൂടെ പുറത്തു വരുമ്പോൾ അതിനെ ഭാരതി എന്ന് പറയാം. അപ്പോൾ ഈ വാക്ക് ഭാരതി എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ വാക്കായിട്ടാണ് എൻ്റെ വാക്ക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മേ ഭാരതി, എൻ്റെ വാക്ക്, എൻ്റെ ആശയം. വാക്കെന്ന് പറയണേക്കാൾ കൂടുതൽ എൻ്റെ ഈ ആശയം, അല്ലെങ്കിൽ ഞാൻ പ്രസ്താവിക്കുന്നത് ഇതാണ്, ആ അർത്ഥത്തിലാണ്. മൃഷ ന ഉപലക്ഷ്യതേ. മൃഷ എന്ന് പറഞ്ഞാൽ തെറ്റ്, ഉപലക്ഷ്യതേ ലക്ഷീകരിക്കുക. അതായത് ഭഗവാങ്കലെത്താനാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിലെന്തെങ്കിലും മാർഗത്തിനൊരു വിഘ്നം വന്നാൽ, അപ്പം അങ്ങനെ വരില്ല. എൻ്റെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ സാർത്ഥകമായിട്ട് മാത്രമേ വരൂ. മൃഷ എന്ന ഉപലക്ഷ്യത, അത് അസത്യമായിട്ട് വരികയേ ഇല്ല. എൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ ബ്രഹ്മാവിന് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അതേപോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. അത് ഈശ്വരനെ ശരിക്കും ഞാൻ ഈശ്വരനാണ് എന്ന ബോധത്തോട് കൂടിയിട്ട് ആശ്രയിക്കുക. അതായത് അച്ഛൻ്റെ മകൻ, എനിക്ക് അച്ഛൻ മാത്രമേ ആശ്രയമുള്ളൂ. ഭർത്താവിൻ്റെ ഭാര്യ, ഗുരുവിൻ്റെ ശിഷ്യൻ, സ്വാമിയുടെ ഭൃത്യൻ, രാജാവിൻ്റെ പ്രജ, ഇവരൊക്കെ ആ രീതിയിൽ വേണം. ഞാൻ അതുതന്നെയാണ്, എനിക്കിത് മാത്രമേ ആശ്രയമുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ഉറപ്പിച്ചാൽ മാത്രമേ, അതാണ് ഭക്തി വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ശ്രദ്ധാഭക്തി സമന്വിതം ഇതം ഭാഗവതം ശൃണു എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ ഇവിടെയും മൃഷ എന്ന ഉപലക്ഷ്യത എന്ന് പറയണമെങ്കിൽ എൻ്റെ ലക്ഷ്യം ഒരിക്കലും പഴക്കില്ല, എൻ്റെ മാർഗത്തിൽ ഒരു അസത്യമോ അതല്ലെങ്കിൽ ഒരു വീഴ്ചയോ പതനമോ സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ അത് ബ്രഹ്മാവിനെ പറ്റുള്ളൂ. മേ മനസ്സഹ കർഹിജിൽ, എൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും ന മൃഷാഗതി, ഒരിക്കലും വ്യർത്ഥമായിട്ട് സഞ്ചരിക്കുകയേ ഇല്ല. മനസ്സ് വ്യർത്ഥമായിട്ട് സഞ്ചരിക്കില്ല, മനസ്സ് അസത്യത്തിൽ സഞ്ചരിക്കില്ല, മനസ്സ് ചീത്ത എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുകയേ ഇല്ല, രജസ്തമസ് കയറുകയേ ഇല്ല, അന്യൻ്റെ മുതലിനോട് താല്പര്യം ഉണ്ടാവില്ല, അന്യൻ്റേത് എനിക്കാക്കണം എന്നുള്ള ബോധം ഉണ്ടാവില്ല. സരസ്വതിയെ മോഹിച്ചു, കാമിച്ചു, അപ്പോൾ മരീചിയുടെ പുത്രന്മാർ ഈ കളിയാക്കി എന്നെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അവർക്ക് പിന്നെ 3 അസുരജന്മം വേണ്ടി വന്നു, ഷഡ്ഗർഭന്മാരുടെ കഥ. അപ്പം ഇത് എൻ്റെ വാക്കോ എൻ്റെ ചിന്തയോ എൻ്റെ പ്രവൃത്തിയോ ഒരിക്കലും തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുകയേ ഇല്ല. കാരണം ഞാൻ സത്യവാദിയാണ്. സത്യവാദി ആവാനുള്ള കാരണം എന്താ? അനന്യ ശരണാഗതി എനിക്കുണ്ട്, അതുകൊണ്ടാണ്. അത് ബ്രഹ്മാവിനെ പറയാൻ പറ്റും, അതിന് എല്ലാവർക്കും പറയാൻ പറ്റില്ല അത്. അപ്പോൾ ന മൃഷാഗതി മേ ഹൃഷീകാണി, എൻ്റെ ഇന്ദ്രിയങ്ങൾ അസൽപഥേ ദുഷിച്ച മാർഗത്തിൽ ന പതന്തി, ന ചരതി ന പതന്തി സഞ്ചരിക്കുകയില്ല, വീഴുകയില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ കണ്ണ് കാണണ്ടാത്ത കാര്യങ്ങളൊന്നും കാണില്ല, കാണരുതാത്ത കാര്യങ്ങളും കാണില്ല.
അങ്ങനെ 5 ഇന്ദ്രിയങ്ങളും അതേപോലെ കർമ്മേന്ദ്രിയങ്ങളും അരുതാത്തതൊന്നും ചെയ്യില്ല. എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? എളുപ്പമല്ല. നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് പറയാം, കാരണം അവർക്ക് ഈ വിശേഷ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ മേ ഹൃഷികാണി അസത്പഥേ എന്ന പതന്തി, മേ ഹൃഷികാണി അസത്പഥേ എന്ന ചരതി, നടക്കില്ല. പിന്നെ യത് ഔത്കണ്ഠ്യവതാഹൃത, ഇങ്ങനെ ഉത്കണ്ഠയുള്ള ഒരു ഹൃദയം എനിക്കുള്ളത് കൊണ്ട്, അതായത് പിന്നെ തോന്നുകയാണ് ഞാനും എൻ്റെ സൃഷ്ടികളും എൻ്റെ മക്കളാണല്ലോ, എന്നിലുള്ള ഏതെങ്കിലും നെഗറ്റീവ് അവരിലേക്ക് വന്നു വെച്ചാലോ, അതല്ലെങ്കിൽ ഭഗവാന്റെ ലീലാനുസൃതം ഒരു പ്രാരബ്ധം തീർക്കാനാണല്ലോ ശരീരം കൊടുക്കുക. അപ്പോൾ അതിൽ ചെറിയൊരു ഉത്തരവാദിത്വം എനിക്കും വരില്ലേ? ഭഗവാനാണ് ഈ ശരീരം ഈ ജീവനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്, പക്ഷേ അത് സൃഷ്ടിക്കുന്നത് ഞാനായതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വം വരില്ലേ? എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇതേപോലെ അതിലും ഇതിലും ചെന്ന് വീഴില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ഈ ഒരു ഉത്കണ്ഠ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഹരിധൃത, സദാ ഹരിധൃത, ഞാൻ സദാസമയത്തും ഹരിയെ ധരിച്ചു. ഹരിയെ, ഹൃദയസ്ഥനാണ് ഹരി. പക്ഷെ നമുക്ക് ആ ഭഗവാൻ ഹൃദയസ്ഥനായിട്ടും സാക്ഷിയായിട്ട് അന്തര്യാമയായിട്ടും ഒപ്പം ഉണ്ടായിട്ടും നമുക്കത് കിട്ടുന്നില്ല. അങ്ങനെ വിചാരം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അത് പോകുന്നില്ല എന്ന് ബ്രഹ്മാവ് സമർത്ഥിച്ചു. നാരദനോടാ പറഞ്ഞത്, ബുദ്ധിയാണേ. അപ്പം ഇത്ര ഉറപ്പിച്ച് പറഞ്ഞാലേ എന്തു പറ്റുള്ളൂ? ഭാഗവതത്തെ ശ്രവിക്കാൻ പറ്റുള്ളൂ. സംശയം, നിഷേധം ഒരിക്കലും പാടില്ല. ഇത് അവിദ്യ. അപ്പോൾ അതിനെ മറികടക്കാൻ സാധിക്കും സദാസമയത്തും ഭഗവാനിൽ തന്നെ ഈ മനോബുദ്ധി അഹങ്കാരങ്ങൾ വെച്ചു കഴിഞ്ഞാൽ. ക്ഷേത്രജ്ഞനായിട്ടുള്ള ആ വാസുദേവൻ ഇരിക്കുന്ന ചിത്തത്തിൽ തൻ്റെ മനസ്സിനെ കൊണ്ടുവയ്ക്കുക, ബുദ്ധിയെ കൊണ്ടുവയ്ക്കുക, അഹം എന്ന ബോധം കൊണ്ടുവയ്ക്കുക. ശ്രീലാകത്ത് നമ്മൾ സാധാരണ അങ്ങനെയാണ് പതിവ്. ഈ വില പിടിച്ച സാധനങ്ങളൊക്കെ പണ്ട്, ഇപ്പോഴത്തെ കാര്യം അറിയില്ല, പണ്ട് ഞാനൊക്കെ ഈ ശാന്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് വില പിടിച്ച സാധനങ്ങളൊക്കെ ശ്രീലാകത്ത് കൊണ്ടുവയ്ക്കും. ശ്രീലാകത്ത് കൊണ്ടുവച്ചാൽ 2 ഗുണമുണ്ട്. ഒന്ന്, തേവരുടെ കാവല്, പിന്നെ നല്ല പൂട്ടായിരിക്കും, നല്ല കട്ടിയുള്ള വാതിലാവും. അപ്പോൾ സാധാരണഗതിയിൽ ശ്രീലാകം അങ്ങനെ തുറക്കാൻ പറ്റില്ല. പിന്നെ പല സൂത്ര താക്കോലുകളും അങ്ങനെയൊക്കെ പലതും ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കട്ടിയുള്ള വാതിലും നല്ല പൂട്ടുമായിരിക്കും. ഭഗവാന്റെ കാവലുമുണ്ട്. അപ്പോൾ വില പിടിച്ച സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുക. എന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ വില പിടിച്ചതായിട്ടുള്ള ഈ വളരെ മൂല്യമുണ്ട്. എന്തിനാ? മനസ്സിനും അഹങ്കാരത്തിനും അതേപോലെ ബുദ്ധിക്കും. അത് വികലമായി പോകരുത്, മറ്റൊരു ദിക്കിലേക്ക് പോകരുത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. ക്ഷേത്രത്തിനായിട്ടുള്ള ഈ ഭഗവാൻ ഇരിക്കുന്ന ചിത്തം എന്ന ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിൽ ഈ ശ്രീകോവിലിൽ ഹൃദയസ്ഥനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക ഈ 3: മനോബുദ്ധി അഹങ്കാരം. എന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഇന്ദ്രിയങ്ങൾ മറ്റൊരു ദിക്കിലേക്ക് പോകുമോ എന്ന് സംശയിക്കും കൂടി വേണ്ട. വല്ലാത്തൊരു ശ്ലോകമാണ് ഇത് നമ്മളെ കൊണ്ട് പറയിക്കുക. നമ്മളിത് പക്ഷെ പറയാറുമില്ല. അതായത് ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വേട്ടാളിനെ പോലെ എനിക്ക് ആ വേട്ടാളിൻ്റെ പുഴു വേട്ടാളിനായിട്ട് മാറുണ്ടല്ലോ. എന്ന കൂട്ടത്തിൽ എനിക്ക് ഈശ്വരനാവാൻ പറ്റും. എന്ന കൂട്ടത്തിൽ ഇവിടെ ഞാൻ തെറ്റ് ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തെറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം അതിലൊരു ഈശ്വരനുണ്ടേ. നാരായണ 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 എന്ന് ജപിക്കുമ്പോൾ നമ്മൾ നാരായണനായിട്ട് മാറും എന്നാണ് നിയമം. എന്ന കൂട്ടത്തിൽ ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അത് ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ ബ്രഹ്മമായിട്ട് മാറും. ബ്രഹ്മാംശം തന്നെയാണെങ്കിലും ബ്രഹ്മമായിട്ട് മാറും. അപ്പം ഇങ്ങനെ നാരദൻ ഈ ബ്രഹ്മാവിൽ നിന്ന് കേട്ടതായിട്ടുള്ള ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. മനസ വചസ കർമ്മണ. ഇപ്പം എന്തൊക്കെയാ വേണ്ടത്? മേ ഭാരതി മൃഷ എന്ന ഉപലക്ഷ്യതേ. മലയാളത്തിൽ മതി, അതാ നല്ലത്. ഞാൻ പറയുന്നതോ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയോ ഒരു കാരണവശാലും ലക്ഷ്യം പിഴയ്ക്കുന്ന രീതിയിൽ സംഭവിക്കുകയേ ഇല്ല. എൻ്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും മുക്തി മാർഗത്തിലേക്ക് എത്തേണ്ട ഒരു വഴിയിലൂടെ അല്ലാതെ സഞ്ചരിക്കില്ല. ഞാൻ ചിന്തിക്കുന്നത് മുക്തിയിലേക്ക് എത്താനാണ്,
ഞാൻ പറയുന്നത് മുക്തിയിലേക്ക് എത്താനാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് മുക്തിയിലേക്ക് എത്താനാണ്. കർഹിച്ചത് ന മൃഷാഗതിഹി, ഒരു കാരണവശാലും എനിക്ക് തെറ്റായിട്ടുള്ളൊരു സഞ്ചാരപഥം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. മേ ഹൃഷീകാണി അസത്പഥേ ന പതന്തി, എൻ്റെ ഇന്ദ്രിയങ്ങൾ ഞാൻ ഒരിക്കലും ഈ കാണാൻ പാടില്ലാത്ത കാണില്ല, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കില്ല, ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും ചീത്ത മാർഗത്തിലേക്ക് ഞാൻ വിടുകയേയില്ല. അഥവാ വിട്ടാൽ ദൃഷ്ടിം തഥാ പ്രതിനിവൃത്തി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പ്രവൃത്തിയിൽ അത് വരും. ഈ ഒരു ഔത്കണ്ഠ്യവതാഹൃത, ഇങ്ങനെ ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ട് ഇങ്ങനെ സംഭവിക്കുമോ? എൻ്റെ ഈ ഇന്ദ്രിയങ്ങൾ ചീത്ത കാര്യങ്ങൾ ചെന്ന് പെടുമോ? എൻ്റെ ഈ പ്രവൃത്തികൾ കാലുകൊണ്ട് നടക്കുക, അതൊരു പ്രവൃത്തിയാണ്. ഞാൻ ചീത്ത വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? എൻ്റെ ലക്ഷ്യം ചീത്തയാണോ? എൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ ചീത്ത വിചാരങ്ങൾ വരുന്നുണ്ടോ? എൻ്റെ ലക്ഷ്യം പിഴയ്ക്കുന്നുണ്ടോ? മുമുക്ഷുഭാവത്തിൽ നിന്നും ഞാൻ തെറ്റുന്നുണ്ടോ? ഇങ്ങനെ സ്വയമേവ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഔത്സുക്യത്തോടു കൂടിയിട്ടുള്ള ചിന്ത എപ്രകാരത്തിലാണോ ശുദ്ധ സാത്വികത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാം ഒരു ഉപായം എന്ന നിലയ്ക്ക് ഹരിയെ സദാസമയത്തും ധരിക്കേണ്ടത്. ഹരിഹി ധൃത. അപ്പോൾ ഹരിയെ ധരിക്കുകയാണ് വേണ്ടത്. ഞാൻ ഹരിയെ ധരിച്ചിരിക്കുന്നു, എപ്പോഴും ഭഗവാനെ തന്നെ ഞാൻ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാന്റേതായ ഏതായാലും വിരോധമില്ല. നമുക്കറിയാവുന്ന ആ രീതിയിൽ കൃഷ്ണസ്വരൂപമാവാം, ശ്രീരാമസ്വരൂപമാവാം, ഏത് രൂപമായാലും വിരോധമില്ല. വരാഹായിക്കോട്ടെ, നരസിംഹായിക്കോട്ടെ, പരശുരാമനായിക്കോട്ടെ, വാമനനായിക്കോട്ടെ. അപ്പോൾ നമ്മൾ പേടിക്കുകയേ വേണ്ട. സദാസമയത്തും അപ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപം നമ്മൾ അറിയാതെ കണ്ട് നമുക്ക് അത്രയ്ക്കുള്ള കഴിവില്ല. പക്ഷേ എങ്കിലും നാമം ജപിച്ച നാമത്തിലൊരു നാമി ഉള്ളത് കൊണ്ട് നമ്മെ ആ നാമത്തിലേക്ക്, ഈ നാമിയിലേക്ക് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി നാമം ജപിക്കുക എന്നത് എത്തിക്കും. നമ്മേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരു കാരണവശാലും വീഴുകയില്ല, പതിക്കുകയില്ല, നശിക്കുകയില്ല. അപ്പോൾ അത് ഭഗവാന്റെ വാക്ക് സത്യമായി തീരും. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത്? എല്ലാ സമയത്തും എൻ്റെ മനസ്സ് ഞാൻ ഭഗവാങ്കൽ തന്നെ വയ്ക്കും, ലക്ഷ്യം പിഴക്കില്ല. എൻ്റെ ചിന്താഗതികൾ ഞാൻ ഒരിക്കലും അബദ്ധസഞ്ചാരത്തിൽ ആ മനസ്സിനെ അങ്ങനെ ഞാൻ ചിന്തിക്കുകയില്ല. എൻ്റെ ബുദ്ധി ആ വഴിക്ക് പ്രവർത്തിക്കില്ല. എൻ്റെ വാക്കുകൾ അത് ചീത്ത കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അത് ഞാൻ പറയില്ല. അതേപോലെ തന്നെ എൻ്റെ ഈ പ്രവൃത്തികൾ അതും അബദ്ധസഞ്ചാരത്തിൽ വരില്ല. ഇങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമോ, മനസാ വചസാ കർമ്മണ ഇങ്ങനെ സംഭവിക്കുമോ അതറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് സദാസമയത്തും ഈ ഹരിയിൽ വയ്ക്കും. ഇത് സത്യം ചെയ്ത് ഉറപ്പിക്കുക. നമ്മൾ മനോബുദ്ധി അഹങ്കാരത്തെ ഈ ചിത്തത്തിൽ വാസുദേവൻ്റെ അടുത്ത്, സാക്ഷിയായിട്ടുള്ള അന്തര്യാമയായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് നമ്മിലുള്ളതാ, നമുക്ക് വേറെ എവിടേക്കും പോണ്ട. അപ്പോൾ നമ്മിലുള്ള ഈ ചിത്തത്തിൽ ഈ മനോബുദ്ധി അഹങ്കാരങ്ങളെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് മനസാ വചസാ കർമ്മണ അത് ലക്ഷ്യം പഴയ്ക്കാത്ത രീതിയിൽ, അബദ്ധസഞ്ചാരത്തിൽ വരാത്ത രീതിയിൽ എത്താൻ സാധിക്കും. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ ന കർഹിജന്മേ മനസോ മൃഷാഗതി ന മേ ഹൃഷീകാണി പതന്ത്യസൽപഥേ യന്മേ ഹൃദ ഉത്കണ്ഠ്യവതാധൃതോ ഹരി. ന ഇല്ല, ന എന്ന് വെച്ചാൽ ഇല്ല. ന ന ന ആദ്യത്തെ 3 വരികളിലും ന ന ന എന്നാണ്. ഇല്ല ഇല്ല ഇല്ല. ഭാരതി എൻ്റെ വാക്ക്. അപ്പോൾ വാക്ക് പറയണമെങ്കിൽ തന്നെ എന്ത് വേണം? ചിന്തിച്ചിട്ട് വേണം വാക്ക് പറയാനായിട്ട്. മേ ഭാരതി എൻ്റെ വാക്ക്. അല്ലയോ അംഗ, ഹേ അംഗ നാരദ, മൃഷാ ഉപലക്ഷ്യതേ ന, മൃഷാ ഉപലക്ഷ്യതേ ന, എൻ്റെ വാക്ക് ഒരിക്കലും ലക്ഷ്യം പിഴയ്ക്കുകയേയില്ല. ഭഗവാങ്കൽ എത്തുക എന്നത് സംഭവിച്ചിരിക്കും.
കർഹിജിത് മേ മനസഹ മൃഷാഗതിഹി ന. ഏതെങ്കിലും ഒരു സമയത്തോ കർഹിജിൽ എപ്പോഴെങ്കിലും മേ മനസഹ എൻ്റെ മനസ്സ് മൃഷാഗതിഹി ന, ഒരിക്കലും മനസ്സ് മറ്റൊരു വഴി തെറ്റുക എന്നൊരവസ്ഥയിൽ എത്തുകയേ ഇല്ല. എൻ്റെ മനസ്സിൽ അന്യൻ്റെ മുതൽ വേണം എന്നുള്ള അങ്ങനെയൊന്നും സംഭവിക്കില്ല. അന്യൻ എന്താ കിട്ടിക്കോട്ടെ. മേ ഹൃഷീകാണി പതന്തി അസത്പഥേ ന, എൻ്റെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും അസൽപഥത്തിൽ പതിക്കുകയില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ, ഹൃഷീകാണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ അസൽപഥത്തിൽ പതിക്കുകയേ ഇല്ല. മേ ഹൃഷീകാണി പതന്തി അസൽപഥേ ന. യത് മേ ഹൃദ ഔത്കണ്ഠ്യവത, യാതൊന്നാണോ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്നത്. എന്താ ഉണ്ടാക്കുന്നത്? എൻ്റെ ഈ തെറ്റുകൾ, അതായത് മനസാവചസ കർമ്മണ, അത് ഏതെങ്കിലും തരത്തിൽ തെറ്റി വരികയാണെങ്കിൽ, തെറ്റ് വന്നാൽ കുടുങ്ങി. അപ്പോൾ മാർഗം പഴയ്ക്കും, ലക്ഷ്യം പഴയ്ക്കും. ഈ ലക്ഷ്യവും മാർഗവും പഴയ്ക്കരുത്. ത്രികരണങ്ങളെ കൊണ്ട് ലക്ഷ്യവും മാർഗവും ഭഗവാങ്കൽ എത്തുവാൻ തന്നെ ആവണം. അതുകൊണ്ട് ഞാൻ ധൃതോ ഹരി, ഞാൻ ഭഗവാന്റെ ഈ രൂപത്തെ, നാമത്തെ, ലീലയെ, ഗുണത്തെ, ഗുണം എന്ന് പറഞ്ഞാൽ ഭക്താനുഗ്രഹ ലീല, അതാണ് ഭക്താനുഗ്രഹത്തിനെയാണ് വരാനുഗ്രഹം, അതിനെയാണ് ഗുണം എന്ന് പറയാം. അതേപോലെ വൈകുണ്ഠത്തെ, ഗോലോകത്തെ, 5 എണ്ണമാണ്. അപ്പോൾ ഈ 5 എണ്ണം ഞാൻ ധരിക്കുക തന്നെ ചെയ്യും. ഏത് രൂപമായാലും കുഴപ്പമില്ല. നാമം, രൂപം, ലീല, ഗുണം, ധാമം. നാമം, രൂപം, ഗുണം, ലീല, ധാമം. അപ്പോൾ ഈ ശ്ലോകം എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് കുട്ടികളെ കേൾപ്പിക്കുക. നമ്മൾ കാരണന്മാരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ശ്ലോകത്തെ ഊണ് കഴിക്കുന്ന സമയത്തോ തേവാര സമയത്തോ അല്ലെങ്കിൽ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത്, ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത് പ്രതിജ്ഞയായിട്ട് ചൊല്ലിക്കുക. ഇതാണ് ചൊല്ലേണ്ടത്, പ്രാർത്ഥനയായിട്ട് ഇതാണ് ചൊല്ലേണ്ടത്. ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാറാവണെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കണം. ലക്ഷ്യവും പഴയ്ക്കാൻ പാടില്ല, മാർഗവും പഴയ്ക്കാൻ പാടില്ല. എൻ്റെ വാക്ക് ഒരിക്കലും തെറ്റായി സഞ്ചരിക്കുകയില്ല. എൻ്റെ മനസ്സ് ഒരിക്കലും തെറ്റായുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും തെറ്റായ മാർഗത്തിൽ ലക്ഷ്യം വയ്ക്കുകയില്ല, ചെയ്യുകയില്ല. എനിക്ക് ഈ ഒരു ചെറിയ സംശയമുണ്ട്. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പോവോ, എൻ്റെ മനസ്സ് ഇങ്ങനെ പോവോ, എൻ്റെ വാക്കുകൾ ഇങ്ങനെ പോവോ, തെറ്റായിട്ട് പോവോ? അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ ഹൃദയത്തിൽ ധരിക്കുന്നു. എൻ്റെ മനസാവചസാ കർമ്മണ മുഴുവൻ ഞാനത് ഭഗവാങ്കൽ തന്നെ എത്തിക്കുന്നു. മാർഗവും പഴയ്ക്കാൻ പാടില്ല, ലക്ഷ്യവും പഴയ്ക്കാൻ പാടില്ല. ഇതാണ് പ്രതിജ്ഞ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ശ്ലോകം 34ാമത്തെ ശ്ലോകം, 2ാമത്തെ സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. അത് വായിക്കുമ്പോഴോ ആ രീതിയിൽ അർത്ഥം കിട്ടണമെങ്കിൽ, നമുക്ക് സംസ്കൃതം പഠിച്ചിട്ട് വെച്ചാൽ എത്ര എളുപ്പമുണ്ട്, പക്ഷെ അതില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അതിനെ സ്വയം വ്യാഖ്യാനം ചെയ്യുക, അത് ഉറപ്പിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ ന കർഹിചിന്മേ മനസോ മൃഷാഗതി ന മേ ഹൃഷീകാണി പതന്തി അസൽപഥേ യന്മേ ഹൃദ ഉത്കണ്ഠ്യവദാധൃതോ ഹരി. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഇതിൽ പറയണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഒന്നും കൂടി അത് പറയാണ്, ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഹേ അംഗ മേ ഭാരതി മൃഷ ഉപലക്ഷ്യതേ ന, അല്ലയോ നാരദ, അല്ലെങ്കിൽ സുഹൃത്തെ എന്ന് പറയാം, നമുക്കങ്ങനെയാണല്ലോ. അച്ഛാ, അമ്മേ, ഗുരോ, ഭഗവാനെ എന്ത് വേണിച്ചാൽ വിളിക്കാം. ഞാൻ ഒരിക്കലും എൻ്റെ ഈ വാക്കിനെ ചീത്തയായിട്ടുള്ള മാർഗത്തിലേക്ക് കൊണ്ടുപോകില്ല, ഉറപ്പ്, സത്യം. കർഹിജത് മേ മനസഹ മൃഷാഗതിഹി ന, ഒരിക്കലും എൻ്റെ മനസ്സ് ഞാൻ ഈ ചീത്ത വിചാരങ്ങളിലേക്ക് കൊണ്ടുപോകില്ല, ഉറപ്പ്. ഭഗവാനെ ഞാൻ ഇതാ സത്യം ചെയ്യണം. മേ ഹൃഷീകാണി പതന്തി അസൽപഥേ ന, എൻ്റെ ഈ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും
ചീത്ത കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ, എൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും ചീത്ത കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ഞാൻ ഉറപ്പായിട്ടും മാക്സിമം ശ്രദ്ധിക്കും. ഭഗവാനെ ഉറപ്പ്. യത് മേ ഔത്കണ്ഠ്യവത, ഇങ്ങനെ ഒരു ചെറിയ സംശയം എൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് ഭഗവാനെ എപ്പോഴും ഞാൻ ധൃതോഹരി, എൻ്റെ മനസ്സ് ഞാൻ ഭഗവാങ്കിൽ വെച്ചിരിക്കണം. അതേപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള ഈ ഭഗവാങ്കിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. മനസാവചസ കർമ്മണ, ത്രികരണങ്ങൾ. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ ന കർഹി ജന്മേ മനസോ മൃഷാഗതി ന മേ ഹൃഷീകാണി പതന്ത്യസൽപഥേ യന്മേ ഹൃദ ഉത്കണ്ഠ്യവതാ ധൃതോ ഹരി. എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു. നാരായണ നാരായണ.